ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള പ്രീമിയം നൈറ്റികളുടെ കുറച്ച് കളക്ഷനുമായിട്ടാണ്. നമ്മൾ നല്ല ഭംഗിയിൽ എക്കോബ പീസൊക്കെ ഫ്രണ്ടിൽ നെക്കിൽ വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ള ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഗസ്റ്റുകളൊക്കെ വന്നാൽ പോലും നമുക്ക് വെയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും വെയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നല്ല നൈറ്റികളുടെ കുറച്ച് കളക്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോന്നും നമുക്ക് കണ്ടുപോകാം. ആദ്യത്തേത് തന്നെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഓണിയൻ കളറിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഓഫ് വൈറ്റിൻ്റെ കളർ കോമ്പിനേഷനിലുള്ള ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഐവറി ഷെയ്ഡിൽ വന്നിട്ടുള്ള അക്കോബ പീസാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതാ കണ്ടോ, നല്ല ഭംഗിയിൽ അക്കോബ ക്ലോത്ത് നെക്കിൽ കൊടുത്തുകൊണ്ട് പ്ലേറ്റഡ് നൈറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അതും നോക്കിയേ, നല്ല ഭംഗിയുള്ള ഒരു ലേസ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ലേസ് തന്നെ നമ്മൾ കൈ ഫിനിഷ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത്, ക്വാളിറ്റി കൂടിയ കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ നൈറ്റി ബിറ്റല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നൈറ്റിയുടെ വ്യൂ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. സ്ക്രീനിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ. ഇന്ന് കാണിക്കുന്ന നൈറ്റികൾ എക്സൽ സൈസാണ്. ഈ അളവ് വരുന്നത് 44 ജസ്റ്റ് അളവ് വരുന്നത്. 53 ഇഞ്ചാണ് ലെങ്ത് ഇറക്കം കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റിയാണ്. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റുകൾ വരുന്ന മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാ നെക്ക് ഇങ്ങനെ വരും കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്ലോത്താണ് വന്നിട്ടുള്ളത്. ഈ ക്ലോത്തിൻ്റെ പൂക്കളുടെ ഡിസൈനിൽ ഐവറി കളർ, ലൈറ്റ് ഐവറി കളർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് ഐവറി കളറിലുള്ള ഒരു അക്കോബ ക്ലോത്താണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്. ആ ക്ലോത്തിന് ഭംഗി കൂട്ടുവാനായിട്ട് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ലേസ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ലേസ് തന്നെ നമ്മൾ കൈ ഫിനിഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന നൈറ്റികളാണ് അത്. ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ തന്നെ 2-3 കളേഴ്സും കൂടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അടുത്തത് നോക്കി, ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. സെയിം ക്ലോത്തും സെയിം ഡിസൈനും തന്നെയാണ് വരുന്നത്. തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ഒരു ലേസ് ഡീറ്റെയിലിങ്ങും അക്കോബ ക്ലോത്തും നെക്കിൽ കൊടുത്തിട്ടുണ്ട്. എക്സൽ തന്നെയാണ് സൈസ്. ഇങ്ങനെ വരും കേട്ടോ. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ഇറക്കവും കിട്ടുന്ന എക്സൽ സൈസ് നൈറ്റുകളാണ്. ഇതിൻ്റെ അടുത്ത കളർ നോക്കിയേ, ഒരു ഗ്രീനാണ്. ഒരു ചെറുപയർ പച്ചയുടെയൊക്കെ കളർ വരും കേട്ടോ. പിസ്ത ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡാർക്ക് പിസ്ത ഗ്രീൻ. തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കൈ നമ്മളിങ്ങനെ ഒരു ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അക്കോബ പീസ് നെക്കിൽ കൊടുത്തിട്ട് സെയിം ലേസ് തന്നെ നെക്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. എക്സലാണ് സൈസ്. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത നോക്കി, ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഈ ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് പിസ്ത ഗ്രീനൊക്കെ വരും. സെയിം രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. നെക്കിൽ നമ്മൾ അക്കോബ ക്ലോത്ത് വെച്ച് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് കയ്യിലും ലേസ് കൊടുത്ത് കൈയും നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം കളക്ഷനിൽ വരുന്ന നൈറ്റികളാണ് ഇന്ന് കാണിക്കുന്നത്. ഇങ്ങനെ വരും. എല്ലാം എക്സലാണ് സൈസ്. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ഇറക്കവുമാണ് കിട്ടുന്നത്. കൈയുടെ ലെങ്ത് 7.5-8 ഇഞ്ചാണ് കൈക്ക് കിട്ടുന്നത്. ചെസ്റ്റ് 44, നൈറ്റിയുടെ ഇറക്കം 53 കേട്ടോ. മുമ്പിലും പുറകിലും പ്ലീറ്റുകളുള്ള മോഡലാണ്. ഇത് ഈ തുണിയുടെ തന്നെ എക്സൽ കൊണ്ടുവന്നിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് എക്സൽ ഇന്ന് കാണിക്കുന്നത്. അടുത്തത് നോക്കിയൊരു ഡാർക്ക് ആഷ് ഷെയ്ഡാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും. ഡാർക്ക് ആഷാണ് കേട്ടോ. ബ്ലാക്കിനോട് ഏകദേശം മാച്ചായിട്ട് വരുന്ന കളർ തന്നെയാണ്. തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. വൈറ്റ് കളറിലെ പൂക്കൾ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പോലെ വന്നിട്ടുള്ളതുകൊണ്ട് വൈറ്റ് അക്കോബ ക്ലോത്തും വൈറ്റ് ലേസുമാണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത്. സെയിം ലേസ് തന്നെയാണ് സ്ലീവ് എൻഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇന്ന് കാണിക്കുന്നതെല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ്. ഇങ്ങനത്തെ തന്നെ നമ്മൾ ഇനിയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളുടെ യൂണിറ്റിലുണ്ട്.
ഇന്ന് നമുക്ക് കുറച്ച് കളക്ഷനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടാ. ഇതിൻ്റെ അടുത്ത കളറ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ. ഓക്കെ, സെയിം രീതിയിൽ തന്നെ സെയിം ക്ലോത്തിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഡാർക്ക് ഒരു മെറൂൺ ചേർന്ന കോഫി ബ്രൗൺ. പൂക്കളുടെ ഡിസൈൻ വൈറ്റ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വൈറ്റ് അക്കോബ ക്ലോത്തും വൈറ്റ് ലേസുമാണ്. നെക്കിലും സ്ലീവ് എൻഡിലും നമ്മൾ കൊടുത്തിട്ടുള്ള കേട്ടോ. കണ്ടോ, കൈയൊക്കെ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീമിയം കളക്ഷനാണിതും. ഇങ്ങനെ വരും. നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ. 44 ഇഞ്ച് ചെസ്റ്റ് അളവ്, 53 ഇഞ്ച് ലെങ്ത്ത്, 7.5 8 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെയിം ക്ലോത്ത് തന്നെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അടുത്തത് നോക്കി, നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ആണ് കേട്ടോ. ഇത് നേവി ബ്ലൂവിൽ വൈറ്റ് കളർ പൂക്കൾ വന്നപ്പോൾ എന്താ ഭംഗി നോക്കി. അതുകൊണ്ട് തന്നെ വൈറ്റ് ലേസും കയ്യിലും സ്ലീവിലും ലേസ് വന്നിട്ടുണ്ട്. വൈറ്റ് അക്കോബ പീസ് റൗണ്ട് യോക്ക് ചെയ്യാൻ. റൗണ്ട് യോക്കാണ്, ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. റൗണ്ട് യോക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരും. ഓരോന്നിൻ്റെ സൈസ് ഞാൻ പറയുന്നില്ല. ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ എക്സൽ സൈസാണ് കേട്ടോ. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ലെങ്ത് കിട്ടുന്നതാണേ. അടുത്തതാണ്. അടുത്തത് നോക്കി, നമ്മൾ അടുത്തത് നോക്കി, നല്ലൊരു ചെറുപയർ വെച്ച ഡാർക്ക് ചെറുപയർ വെച്ചയുടെ കളറാണ്. സെയിം ക്ലോത്തും സെയിം ഡിസൈനും തന്നെയാണ് വന്നിട്ടുള്ളത്. ആണോ, റൗണ്ട് യോക്കാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണിത്. ഇതിൽ നമ്മൾ ലേസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എക്കോബ പീസ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. റൗണ്ട് യോക്കാണ്. ഇങ്ങനെ വരും. ഇതുപോലെ തന്നെ നമ്മൾ ലേസ് കൊടുക്കാതെ എക്കോബ പീസ് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റികളാണ്. നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡ്. അതിൽ ഇതേപോലെയുള്ള തുണി തന്നെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇങ്ങനെ വരും. റൗണ്ട് യോക്കാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. റൗണ്ട് യോക്കാണ്. എക്സൽ ആണ് സൈസ്. വൈറ്റ് അക്കോബ ക്ലോത്താണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇത് എക്സൽ അല്ല കേട്ടോ, ഇത് ഡബിൾ എക്സൽ ആണേ. നമ്മുടെ ഈ വീഡിയോയിൽ പെട്ടുപോയതാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. ഡബിൾ എക്സൽ ആണ്. 50 ഇഞ്ച് ചെസ്റ്റ് അളവും 56 ഇഞ്ച് ലെങ്ത്തും കിട്ടുന്ന രീതിയിലാണ്. അടുത്തതാണ്. അടുത്ത നോക്കി, ഇതൊക്കെ എക്സൽ ആണ് കേട്ടോ. അത് മാത്രം നമ്മുടെ ഇതിൽ പെട്ടുപോയതാണ്. നല്ലൊരു ആഷ് കളറാണ്. ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. റൗണ്ട് യോക്കാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. റൗണ്ട് യോക്കാണ്. വൈറ്റ് അക്കോബ പീസാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇതിൻ്റെ തന്നെ ഇതിനോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സെയിം കളർ പോലെ തോന്നും. പക്ഷെ നോക്കി, ഇതൊരു ആഷ് കളറാണെങ്കിൽ ഇതൊരു നീല കളർ കൂടിയതാണേ. ഇങ്ങനെ വരും. എക്സൽ ആണ് സൈസ്. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ഇറക്കവും കിട്ടുന്നതാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. റൗണ്ട് യോക്കാണ് കേട്ടോ. ഇങ്ങനെ വരും. അടുത്തത് നോക്കി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അന്നേരം ഇത് നമുക്ക് ഈ കളർ ഉണ്ടായില്ല ആ വീഡിയോയിൽ. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ, ഡാർക്ക് പിങ്ക്, റാണി പിങ്ക് കളർ. അതിൽ വൈറ്റിൻ്റെ ബ്ലൂവിൻ്റെ ഒക്കെ ഡിസൈനുകൾ പോയിട്ടുള്ളതുകൊണ്ട് റൗണ്ട് യോക്ക് എൻ സ്റ്റൈൽ മോഡലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഡിസൈൻ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വൈറ്റ് അക്കോബ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് കേട്ടോ. ഈ ഒരൊറ്റ കളറേ നമ്മുടെ അടുത്തുള്ളൂ. ഈ കളർ നമുക്ക് ഇപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. ഇങ്ങനെ വരും. ഇത്രയാണ് നമ്മൾ അക്കോബ പീസ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇനിയും നമ്മുടെ അടുത്ത് റൗണ്ട് യോക്കിൻ്റെ നൈറ്റുകളുണ്ട്. പക്ഷേ അത് അക്കോബ പീസ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തിട്ട്. ഇതെല്ലാം എക്സൽ സൈസും ഡബിൾ എക്സൽ ഒക്കെ ആണെങ്കിൽ ഇനി വരുന്നത് ലാർജ് സൈസാണ് കേട്ടോ. ലാർജ് സൈസ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്.
ഇത് ലാർജ് സൈസിൽ ചെയ്തിട്ടുള്ള റൗണ്ട് യോക്ക് ആൻഡ് സ്റ്റൈൽ മോഡൽ നൈറ്റിയാണ്. പക്ഷെ നമ്മൾ അക്കോബ പീസ് യൂസ് ചെയ്യാതെ ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേവി ബ്ലൂ കളറിൽ പിങ്ക് കളറിൻ്റെ യെല്ലോ കളറിൻ്റെ ഒക്കെ പൂക്കൾ വന്നിട്ടുള്ളതുകൊണ്ട് പിങ്ക് കളറിലൊരു ക്ലോത്താണ് നെക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടോ, നെക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്, റൗണ്ട് യോക്കാണ് കേട്ടോ. ലാർജാണ് സൈസ് കേട്ടോ. ഇത് ഈ ചെസ്റ്റ് അളവ് 42 ഇറക്കം 53 ഇഞ്ച് തന്നെയാണേ. ഇതാ ഇങ്ങനെ വരും. ഈ തുണിയുടെ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇനി ഉള്ളത്. ഇത് നല്ല നേവി ബ്ലൂവിൽ പിങ്കിൻ്റെയും യെല്ലോയുടെയും പൂക്കളാണെങ്കിൽ അടുത്തത് ഈ പൂക്കളുടെ ഡിസൈൻ മാത്രമേ മാറുള്ളൂ. അടുത്തത് നോക്കി, സെയിം നേവി ബ്ലൂ തന്നെയാണ്, പക്ഷേ ഓറഞ്ചും യെല്ലോയുമാണ് പൂക്കൾ വരുന്നത്. ഇതാ ക്ലോത്തിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. പൂക്കളും ഡിസൈനും ഒന്ന് തന്നെയാണ്, കളർ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യെല്ലോ കളറിലെ ഒരു ക്ലോത്താണ് നെക്കിൽ വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ വരും. ഇതെല്ലാം ലാർജാണ് കേട്ടോ. 42 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ലെങ്ത്തും. ഇതിൻ്റെ തന്നെ 2 കളേഴ്സും കൂടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, അത് കാണാം. അടുത്തത് നോക്കി, എല്ലാം ബേസ് കളർ നേവി ബ്ലൂ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ അതിൽ വന്നിട്ടുള്ള പൂക്കളുടെ ഡിസൈൻ മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. പൂക്കൾ നോക്കി, യെല്ലോയും ലൈറ്റ് ബ്ലൂവും. അതുകൊണ്ട് തന്നെ നെക്ക് ലൈറ്റ് ബ്ലൂ കളറിലെ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്കിൽ ഇങ്ങനെ വരും. ഇത് ലാർജ് സൈസാണ് കേട്ടോ. 42 ജസ്റ്റ് അളവ്, 53 ഇറക്കം. ഇതിൻ്റെ തന്നെ അടുത്തത് നോക്കി, നേവി ബ്ലൂ തന്നെ ബേസ് കളർ, പക്ഷേ നല്ലൊരു പിങ്ക് കളറിൻ്റെ പൂക്കൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. അത് ആ പിങ്ക് കളറിലെ ക്ലോത്താണ് നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ കാണാം കേട്ടോ. ഇതാ ഈ നെക്കിൽ ഉപയോഗിച്ചേക്കുന്ന ക്ലോത്താണ് ഇതിൻ്റെ ബോഡി പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് പീച്ചും പിങ്കും ഒക്കെ ചേർന്ന ഒരു കളർ. അതിന് ചേർന്ന ബ്ലൂ കളറിലെ ഒരു കോൺട്രാസ്റ്റ് കളറിലെ നെക്കിൽ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് തുണി വരുന്നത്. ഇത് ലാർജാണ് കേട്ടോ. 42 ചെസ്റ്റ് അളവ്, 53 ലെങ്ത്. അടുത്തതാണ്. ഇനി നമ്മൾ എക്സലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ റൗണ്ട് യോക്കാണ് ചെയ്തിട്ടുള്ളതെങ്കിലും നെക്കിന് വേറെ ക്ലോത്ത് ഒന്നും യൂസ് ചെയ്യാതെ പൈപ്പിംഗ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. എൻ സ്റ്റൈൽ മോഡൽ റൗണ്ട് യോക്കാണ്. എക്സലാണ് സൈസ്. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് കൈ അളവും. പക്ഷേ ക്ലോത്തിന് ചേർന്ന നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന പൈപ്പിംഗ് ആണ് നെക്ക് ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. അടുത്തത് നോക്കി, നല്ല ഭംഗിയിലുള്ള ഡാർക്ക് റെഡ്, ചില്ലി റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. റൗണ്ട് യോക്കാണ്, എൻ സ്റ്റൈൽ മോഡൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ പൈപ്പിംഗ് ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ വരും. ഇതൊക്കെ അജ്രക് ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. വീണ്ടും ഒരു ഡാർക്ക് റെഡ് അജ്രക് ക്ലോത്ത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ്. റൗണ്ട് യോക്കാണ്, എൻ സ്റ്റൈൽ മോഡൽ റൗണ്ട് യോക്ക്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ബ്ലാക്ക് കളറ് പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറ് ഒരു പൈപ്പിംഗ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ടേ. ഇങ്ങനെ വരും. വീണ്ടും ഒരു അജ്രക് റെഡ് കളർ തന്നെയുണ്ട്. ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അജ്രക് ക്ലോത്താണ്. ഇതും നമ്മൾ പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഒരു പൈപ്പിംഗ് മാത്രമാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്. നെക്ക് ഓപ്പൺ അല്ല കേട്ടോ. ഇങ്ങനെ വരും. ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നൈറ്റികൾ തുടങ്ങി അജ്രക് നൈറ്റികൾ വരെയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. എക്സൽ സൈസും ലാർജ് സൈസും ഉണ്ടായിരുന്നു. നമ്മൾ സൈസ് പ്രത്യേകം ഓരോന്ന് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല കുറച്ച് നൈറ്റി കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.